ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ വർക്ക് നമ്മൾ തീർക്കാൻ പോവുകയാണ്. തീർക്കുകയല്ല, വണ്ടിയുടെ വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പുലർച്ചെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, എനിക്ക് വളരെ പെട്ടെന്ന് സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഒരുപാട് വർക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മെയിൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചേസിസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ വർക്ക് ഏകദേശം 80% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, വണ്ടിയുടെ 80% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഉണ്ടാക്കുന്ന വണ്ടി എന്താണെന്ന് വഴിയെ തമ്മിൽ വഴി നിങ്ങൾ അറിഞ്ഞു കാണും, അല്ലെങ്കിൽ നിങ്ങൾ വഴി അറിയും. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് വണ്ടിയുടെ വർക്കുകളിലേക്ക് കിടക്കാം. ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ആക്സിൽ കിട്ടുന്നത്. അപ്പോൾ ആക്സിലിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. രണ്ട് സൈഡിലും ബോൾട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആക്സിലിന് തന്നെ 2 കീ ഗാഡി, അതായത് കീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനന്തമാണ് നമ്മുടെ കൂടെ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ആക്സിലിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. ആക്സിൽ മേടിച്ചോണ്ട് വരുന്ന വഴിയാണ്. അന്നേരം ഈ കള്ള പൊറഞ്ചൂരും വിശക്കുന്നു. അവന് ഷവർമ്മ കഴിക്കണം പോലും. ലേത്ത് കടയിൽ പൈസയും കൊടുത്ത് നന്നായിട്ട് കാര്യമായിട്ടിരിക്കുമ്പോഴാണ് ഷവർമ്മ. എന്തായാലും കഴിച്ചേക്കാം. നിനക്ക് എന്തായാലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല ഗൈസ്. അപ്പൊ ഷവർമ്മ കഴിച്ചിട്ട് ആക്കി നോക്കാം. 2 പ്ലേറ്റ് എന്തായാലും ഷവർമ്മ അകത്താക്കിയിരിക്കുകയാണ്. നേരത്തെ കൈ കഴുകി വന്നിട്ടുണ്ട്. ഓ നാണക്കാരൻ. ഞാൻ പോയി കൈ കഴുകട്ടെ, നമുക്ക് വേഗം വീട്ടിൽ പോകണം. ഓക്കെ, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ആക്സിൽ അസംബിൾ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ കണ്ടല്ലോ, നമ്മൾ നമ്മുടെ ആക്സിൽ എടുക്കാൻ പോയി. ആ സമയത്താണ് കേട്ടോ നമ്മുടെ കുളത്തിലിടാനുള്ള പ്ലാന്റ് മേടിച്ചുകൊണ്ട് വന്നത്. ഗൈസ് ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് വീല് സെറ്റപ്പ് വരുന്നത്. വളരെ സിമ്പിൾ സെറ്റപ്പാണ്. ഒരു ആക്സിലിൽ 2 സൈഡിലും നമ്മൾ ടയർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കീ ഗാഡിയിലാണ് അസംബിൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ സ്പോക്കറ്റ് 2 സൈഡിലും 2 സ്റ്റീൽ ഡിസ്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡിസ്ക് ബ്രേക്ക് ബാക്കിലും കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ നമ്മൾ ബെയറിംഗ് ബ്ലോക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വണ്ടി കണ്ടാവല്ലോ, നമ്മൾ ഡിസ്കവർ 150. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഞാനിതിന് മുമ്പ് കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി വെച്ചാണ് നമ്മൾ നമ്മുടെ വണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട പരിപാടി, ഞാനിപ്പോൾ ഇത്ര അഴിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിലെ വീലൊക്കെ നമ്മൾ സ്പോക്കറ്റ് അഴിച്ചെടുക്കാൻ വേണ്ടി എടുത്തല്ലോ, അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയുടെ എൻജിൻ അഴിച്ചെടുക്കുന്നു. നമുക്ക് ഫ്രണ്ടിലുള്ള ഈ ഒരു ഫ്രെയിം വേണം. കാരണം നമുക്ക് മാക്സിമം ചിലവ് കുറയ്ക്കണം. കാരണം നമുക്ക് പൈസ അധികം ഇറക്കി ഇതിനകത്ത് പണിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പൈസ പിടിച്ച് വേണം. അതായത് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന മാക്സിമം സാധനങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. ഇതിൻ്റെ പൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് പൈപ്പാണ്, ഭയങ്കര ബലമുള്ള സാധനം. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ കിറ്റും കാര്യങ്ങൾ സസ്പെൻഷൻ എല്ലാം അഴിച്ചിട്ട് നമുക്ക് എഞ്ചിൻ റൂം വേണം. ഫ്രണ്ടിലെ ഫോർക്ക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എയർ ഫിൽറ്ററും സാധനങ്ങളൊക്കെ മതി. ബാക്കിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന ചെയ്തതായിരിക്കും. എഞ്ചിൻ റൂം നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് ആ പൈപ്പ് വെച്ച് തന്നെ നമ്മൾ പുതിയൊരു എഞ്ചിൻ റൂം തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനി ഇതെല്ലാം അഴിക്കുന്ന വിഷയം എടുക്കാൻ പറ്റണമെങ്കിൽ ഞാൻ എടുത്തു തരാം. ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് സാന്റോ ചേട്ടൻ കേട്ടോ. ചേട്ടനാണ് നമുക്ക് വണ്ടിക്ക് വേണ്ട നമ്മുടെ പൈപ്പും പിന്നെ അത് എന്താ പറയുക, അത് ഉണ്ടാക്കാനുള്ള ഡ്രില്ലർ മെഷീനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഈ ഒരു സാന്റോ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ഇതാണ്ട് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ടൂൾ കിറ്റ് വരെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. വണ്ടിയുടെ ചേസ് നമ്മൾ എൻജിൻ റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോർഷനിലുണ്ടായിരുന്നിരിക്കുന്ന സാധനമൊക്കെ മാറ്റി. ഇതാണ് കേട്ടോ നമ്മുടെ സ്വിംഗ് ആർം. ഈ ഒരു ആർമാണ് നമ്മുടെ സസ്പെൻഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മൾ ഇതിന് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ഈ ഹാൻഡിലാണ്. ഹാൻഡിലും പോട്ടെ, ഈ ഒരു ഫോർക്ക് വരുന്ന ഈ ഒരു യൂണിറ്റ് നമ്മൾ കട്ട് ചെയ്ത് മുമ്പോട്ടാക്കും. ഓക്കെ, അപ്പം അൾട്രാ ചില്ലറ കട്ടിംഗ് ഒക്കെ ഉണ്ട്. ഒരുപാട് വർക്കുകൾ ചെയ്തു, പക്ഷെ ഒന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. തിരക്കൂടി ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ, അതാണ് ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ട്രൈപ്പോഡ് ഉണ്ടല്ലോ, ഒരു പ്രത്യേക ട്രൈപ്പോഡാണ്. ഓക്കെ, അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ പാർട്സൊക്കെ ഞാൻ കാണിച്ചു തരാം, ക്ലീൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കണ്ടിട്ട് പോകാം. നിങ്ങൾ വർക്കും കണ്ടിരിക്കെ ഞാൻ വണ്ടി പണി തുടങ്ങട്ടെ.
അപ്പോൾ അതെ നമ്മളിതാ ഇവിടെ ഒരു പിന്ന് കണ്ടിട്ടുണ്ടല്ലോ, ഈ ഒരു പിന്ന് കണ്ടല്ലോ, അതായത് ഈ ഒരു നമ്മുടെ എന്താ പറയുക സെൽഫിൻ്റെ റിലേ, ഈ റിലേൻ്റെ ഈ സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു പീസ് കണ്ടല്ലോ, ഈ ഒരു ചിപ്പ്, ഇതാണ് നമ്മുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന മെയിൻ പവർ കോർ എന്ന് പറയുന്നത്. പവർ കോർ കണക്ട് ചെയ്യുന്ന ചിപ്പാണ് ഇത്. നമ്മുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന മെയിൻ ലൈനാണ്. ഈ ലൈൻ കണക്ട് ചെയ്യുന്ന ചിപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ ഉള്ളത് ഈ ഒരു സാധനമാണ്. ഈ ഒരു ചെറിയ ഒരു പീസ് വരുന്നത് നമ്മുടെ എഞ്ചിൻ്റെ തന്നെ ഒരു സെൻസർ പോലത്തെ ഒരു സാധനത്തിലേക്കാണ് കേട്ടോ. അതൊരു ചിപ്പ്, ഇതും ഒരു പീസ് തന്നെയാണ്. പിന്നെ വരുന്നത് ഇത് സെൽഫ് മോട്ടറിലേക്കുള്ളത്, ഇത് അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയും, ഗ്രൗണ്ട് പീസാണ്. അപ്പോൾ നമ്മളിതെല്ലാം അഴിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. മിക്കവാറും ഞാൻ മറന്നു പോകാതെ ഞാനിങ്ങനെ ഒരു വീഡിയോ ആക്കി വെക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ അതാ ഏറ്റവും വലിയ ഒരു ബ്ലാക്ക് സ്ലീവ് ഉള്ളത് നേരെ നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിലേക്കും, ചെറിയ ബ്ലാക്ക് സ്ലീവ് ഉള്ളത് നമ്മുടെ ഈ സെൻറ്ററിലുള്ള സ്പാർക്ക് പ്ലഗ് പോലത്തെ ഈ ഒരു ഹെഡിലേക്കും പോകുന്നതായിരിക്കും. എർത്ത് വയർ നമ്മൾ അവിടെ തന്നെ വെക്കും. ഈ എർത്ത് വയർ രണ്ടും ഒറ്റ കണക്ഷനാണ്. അതെ, എർത്ത് വയർ രണ്ടും ഒറ്റ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് എല്ലാം തന്നെ അഴിച്ചെടുക്കേണ്ടി വരും, മനസ്സിലായല്ലോ. ഈ രണ്ട് പിന്നുകൾ കണ്ടല്ലോ, അതായത് ഈ ഒരേപോലെ ഒരു കണക്ഷനിൽ നിന്ന് ഒരു കണക്ഷനിലേക്ക് വരുന്ന ഈ രണ്ടെണ്ണവും എർത്തിലേക്കാണ് പോകുന്നത്. വലിയ സ്ലീവ് സ്റ്റാർട്ടർ മോട്ടർ, അതിനുശേഷം വരുന്ന ചെറിയ സ്ലീവ് ഈ ഒരു പോർഷനിലേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ. CDMA യൂണിറ്റിൻ്റെ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇഗ്നിഷൻ്റെ അകത്ത് വെള്ള ഇഗ്നിഷൻ കോയില് വണ്ടിയുടെ വലത്തെ സൈഡിലും ഈ റെഡ് കളറ് വെള്ള ഇഗ്നിഷൻ കോയിലും ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാം വെള്ള കളറ് കണ്ടല്ലോ, ഈ വെള്ള കളറ് ഇഗ്നിഷൻ കോയില് ഈ ചുവന്ന പിന്നായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഉള്ളത് ബ്ലാക്കിന് ബ്ലാക്ക്, അപ്പം ബ്ലാക്ക് പിന്നിന് ബ്ലാക്ക് ഇഗ്നിഷൻ കോയില്, ബ്ലാക്ക് ഇടതുവശത്തായിട്ട് വരും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കണക്ഷൻസ്. നമുക്ക് വണ്ടി ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് കണക്ഷൻസ് നന്നായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നാണ് ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഓർമ്മയിൽ വെക്കുക. പിന്നെ ഞാനും മറന്നു പോകാതിരിക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, വണ്ടിയുടെ ആക്സിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്താവുമെന്നറിയില്ല. അപ്പോൾ ഓക്കെ, ഞാനൊന്ന് ഇതെല്ലാം ഒന്ന് അഴിച്ചു മാറ്റട്ടെ. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മൾ ഈ ഒരു രണ്ട് വയറിൻ്റെ കാര്യം പറഞ്ഞത് എർത്തിനോട് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ബാറ്ററി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ വയറ് പോലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ നെഗറ്റീവ് പോളാണ് കാണുന്നത്, ഈ ഗ്രൗണ്ട്. അപ്പം ഇത് നമുക്ക് ബാറ്ററിയിലോട്ട് കൊടുക്കേണ്ടതാണ്. ഈ വയർ ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ വയറൊന്ന് പുറത്തേക്ക് ഇടട്ടെ, കാരണം നല്ല ഇരുട്ടാണ്. രാത്രി ഏകദേശം 10-11 മണിയായി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു വയറ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്കിത് അഴിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതിൻ്റെ അകത്ത് 2 വയർ അവശേഷിക്കും. ഒന്ന് നമ്മുടെ ആർമേച്ചറിൽ നിന്ന് വരുന്ന കറണ്ട് വരുന്ന പവർ സപ്ലൈ വരുന്ന ഒരു സെക്ഷനും, മറ്റൊന്ന് ബാറ്ററിയുടെ സെക്ഷനും. ഈ 2 സെക്ഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതായത് പോസിറ്റീവും നെഗറ്റീവും 2 കണക്ഷൻ കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരുപാട് ലേറ്റായി, ഫോൺ ചാർജ് ഇല്ല, സ്റ്റോറേജ് ഒക്കെ തീരാനായി. ഞാനിതെല്ലാം ബാക്കി വർക്കുകൾ വേഗം നോക്കട്ടെ. നമ്മുടെ വണ്ടി വർക്കൊക്കെ കഴിയാൻ നേരത്ത് ഈ ഒരു മോഡലിൽ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ വണ്ടി ഉണ്ടാവുക. ബാക്കിൽ നമ്മുടെ വീലുണ്ടാവും. മുമ്പിൽ നമ്മളൊരു ചോപ്പർ മോഡലിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വഴിയെ കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെച്ചാൽ നിങ്ങൾ വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പം നമ്മുടെ വണ്ടി നമ്മുടെ ട്രൈക്ക് ഉടനെ തന്നെ ഇറക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, സാധനങ്ങളും ഒക്കെ പെട്ടെന്ന് കിട്ടിയാൽ നമുക്ക് ഉടനെ വണ്ടി ഇറക്കാം. അപ്പോൾ വണ്ടിയുടെ മെയിനായിട്ട് വേണ്ട കമ്പോണൻ്റ് എന്താണെന്ന് വെച്ചാൽ കാർബറേറ്ററാണ്. ഓക്കെ, നമുക്കൊരു 5 രൂപയുടെ കമ്പി കൂടി ഉണ്ട്, അത് റെഡിയാവും. ഓക്കെ, നമുക്ക് വേണ്ടതൊരു കാർബറേറ്ററാണ്. ഡിസ്കവർ 150 ബൈക്കിൻ്റെ കാർബറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഉടനെ നമുക്ക് ഓടിക്കാൻ പാകത്തിനാവും. കാർബറേറ്റർ മാത്രം കിട്ടിയാൽ മതി. കാർബറേറ്റർ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളവർ എന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ വരുന്നതായിരിക്കും. കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ടും നല്ല കണ്ടൻറ്റുമായിട്ടും പിന്നെ വണ്ടിയുടെ അപ്ഡേറ്റ്സുമായിട്ടും നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കിട്ടുവാനായിട്ട് വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.